സാറ് നോക്കിക്കോ. നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം സത്യമാണെങ്കിൽ അമ്മയെ കണ്ണൻ ഇവിടെ എത്തിക്കും, ഉറപ്പ്. പാവം, എന്റെ ശ്യാമ ആകെ മാറിപ്പോയി. എന്നെയും അമ്മയും തമ്മിൽ അകറ്റിയെന്ന കുറ്റബോധ അവളുടെ മനസ്സിൽ. നമസ്കാരം. അല്ല, ഇത് ആരൊക്കെയാ വരുന്നേ? അകത്തേക്ക് വരും. അഖി എവിടാ കിടക്കുന്നതെന്ന് ചോദിക്കും. അവിടെയാ, വരൂ, ഞാൻ കാണിച്ചുതരാം. വാ. വരൂ. അഖിമോൻ ദാ അവിടെ ഉണ്ട്. അഖി മോനെ, എനിക്ക് നല്ല പനിയായിരുന്നു. അമ്മയെ മിസ് ചെയ്യുന്ന പോലെ തോന്നി. നിനക്കിപ്പോ പനി കുറവുണ്ടോ? മോനെ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും എന്റെ മോൻ ഇവിടെ ഇങ്ങനെ. ഇവിടെ എന്താ പ്രശ്നം? ഏയ് വേണ്ട, നീ ദേഷ്യപ്പെടണ്ട. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അഖി, അമ്മ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നേ നോക്ക്. നമ്മളെ ഈ കഞ്ഞി ചൂടോടെ കുടിക്കാൻ പറയണം. ഇത് കുടിച്ചാ അക്കിമോന്റെ ക്ഷീണം എല്ലാം മാറും. ദേവകി, അവര് വന്നിട്ടുണ്ട്. അഖിലിന്റെ അമ്മയും ചേട്ടത്തിമാരും. അഖിലിന്റെ അടുത്തുണ്ട്. അവരെന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിങ്ങി പോന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, അഖിലിന്റെ ഇവിടുത്തെ പൊറുതി ഇന്നത്തോടെ തീർന്നു. പിന്നെ ശ്യാമേ, അവര് അഖിലിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ നീ തടയാനൊന്നും നിക്കല്ലേ. അവിടെ എങ്ങനെ കഴിഞ്ഞതാ അവൻ, ഇവിടെ കഷ്ടപ്പാടും ദുരിതവും. എന്റെ ഗതി ഇങ്ങനെയായി.
അവനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. വെറുതെ ആ അമ്മയുടെ ശാപം വലിച്ചു വെക്കണ്ട. എന്ത് ചെയ്യണെന്ന് അവൾക്കറിയാം. നീ ഒന്ന് വായടച്ചു വെക്ക. ആ അല്ലെങ്കിലും സത്യം പറയുമ്പോ ആർക്കും പിടിക്കില്ലല്ലോ. ജയന്തി, കുറച്ചു സമയത്തേക്കെങ്കിലും നീ ഒന്ന് മിണ്ടാതിരിക്കെ. അവര് പോയി കഴിഞ്ഞ് നീ എന്ത് വേണേലും പറഞ്ഞു. കണ്ടോ പണവും മണവും ഉള്ള ബന്ധുക്കൾ വന്നപ്പോ നമ്മളെ ആർക്കും വേണ്ടായേ. ഇവളോട് തർക്കിച്ചു നിന്നാ ശരിയാവില്ല. മോളുവാ, കഞ്ഞി തണുക്കും. ആ ഓ കൊമ്പിലെ ബന്ധുക്കൾ വന്നപ്പോ മൂന്നാളുടെയും ഗമ കണ്ടോ. ദാ, ഈ ബ്രെഡ് കൂടി കഴിക്കും. ഒരെണ്ണം കൂടി കഴിക്കടാ. മതിയമ്മേ, മതി. ഒന്നുകൂടി കഴിക്കേ. മതി. ഇതെന്താ? കഞ്ഞിയും ചമ്മന്തിയും അഖിലിന് കുടിക്കാൻ കൊണ്ടുവന്നതാ. അമ്മേ, ഇത് കണ്ടോ? അകിക്ക് കുടിക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണെന്ന്. ആ, ഇതൊക്കെ കഴിച്ചാ ഇവനിങ്ങനെ സുഖമില്ലാണ്ടായ. ഇതൊക്കെ കഴിക്കാനേ ഇവൻ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലൊന്നും അല്ല ജനിച്ചത്. ഈ നാട്ടിലൊക്കെ പണക്കാരായാലും പാവപ്പെട്ടവരായാലും പനി വന്നാ കഞ്ഞിയാ കുടിക്കുന്നത്. ആ, അതിന്റെ ഐശ്വര്യം ഇവിടെ മൊത്തത്തിൽ കാണാനുണ്ട്. മതിയാക്കമ്മേ, വെറുതെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഓ, ഭാര്യ വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? അമ്മേ, നമ്മളിവിടെ വന്നത് അഖിയെ കാണാനല്ലേ? അതുകൊണ്ട് കണ്ടതും കേട്ടതും ഒന്നും പറയാൻ പാടില്ല എന്നുണ്ടോ? അത്രയ്ക്കങ്ങ് കുറ്റപ്പെടുത്താൻ ഞങ്ങള് കാര്യമായിട്ട് തന്നെ അഖിൽ മോനെ നോക്കുന്നത്. ദേവകി, സംസാരിച്ചത് മതി. വന്നേ. അല്ല, ഒന്നും പറയണ്ടെന്ന് കരുതിയതാ. നിർത്താനാ പറഞ്ഞേ. ഓ, ഞാനൊന്നും പറയുന്നില്ല. കഞ്ഞി പാവങ്ങൾക്കുള്ളതാ. ഞാൻ പറഞ്ഞില്ലേ, കൈവിട്ടു തുടങ്ങി. ഒടുവിൽ ആമ്പിള്ളേര് അമ്മയ്ക്കൊപ്പം പോകും. ഒടുവിൽ ഇവിടെ ഒരാള് മാനസമൈനേ വരൂ ഇങ്ങനെ പാടി കടപ്പുറത്തൂടെ നടക്കും. മോളുടെ കൊലുസാണല്ലോ. അയ്യോ, അപ്പൊ മറ്റേതോ? അയ്യോ, ഇനിയിപ്പോ സ്കൂളിലെങ്ങാനും വീണുപോയോ? സ്കൂളിൽ ഇതിട്ട് പോവാറില്ലല്ലോ. ഓ, ശ്യാമയുടെ വീട്ടില്. ആ, ശ്യാമ ഒന്ന് വിളിച്ചു നോക്കാം. ആ, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന? ഏതായാലും ശ്യാമയുടെ വീട് വരെ ഒന്ന് പോവാം. കൊലുസ് കിട്ടിയ ഭാഗ്യം. ട്യൂഷന് വരുന്ന മക്കൾക്ക് കൊടുക്കാന്ന് കരുതിയേ ഞാൻ ഇന്നലെ റെഡിയാക്കിയതാ. അതുകൊണ്ടിപ്പോ ഭാഗ്യമായി. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്താ കഴിക്കാൻ കൊടുക്കുക?
അമ്മേ ഇത് എത്ര ഐറ്റം പലഹാരം ഉണ്ടമ്മേ? ഓ ഞാനിതൊന്നും എണ്ണി നോക്കിയിട്ടില്ല. അല്ല ഇതൊക്കെ കാണുമ്പോഴേ 7-ാം മാസം അറിയിക്കാൻ കൊണ്ടുപോണ പോലുണ്ട്. എന്റെ അമ്മേ അവർക്കേ പിസയും ബർഗറും നൂഡിൽസും ഒക്കെ കഴിച്ചാ ശീലം. അല്ലാതെ അമ്മയുടെ ഈ പൂത്ത മുറുക്കും ഈ അച്ചപ്പൊന്നും കഴിക്കാൻ വന്നതല്ല. ഓ ഹ, അവരും അവിടെ നമ്മളെ പോലെ സാധാ ഭക്ഷണം തന്നെയാ കഴിക്കുന്നത്. വെറുതെ സംസാരിച്ചു നിന്ന് ചായ തണുത്തു പോവും. മോള് ചെന്ന് അവരെ മൂന്നാളെയും കൂട്ടിയിട്ട് വാ. അമ്മ എന്ന് വിളിക്കോ? വന്നിരിക്കുന്നതേ നിന്റെ അമ്മായി അമ്മയും ഏട്ടത്തിമാരുവാ. അപ്പൊ അവരെ കാപ്പി കുടിക്കാൻ ക്ഷണിക്കേണ്ടത് നീയാ. അമ്മേ ചെന്നമ്മ അവരെ വിളിക്ക. ഞാൻ അച്ഛനെയും കൂട്ടി പോകാം. ഭർത്താവിന്റെ അമ്മയോടും ഏട്ടത്തിമാരോടും മിണ്ടാൻ പോലും നിനക്കവിടെ അവകാശമില്ല. ഇതാ അനുഭവയോഗം വേണോന്ന് പറയുന്നത്. ഇതെന്തൊരു ഡേർട്ടി പ്ലേസ് ആകി. ഈ കുടിസുമുറിയില് നീ എങ്ങനെ കിടന്നുറങ്ങുന്നേ? ഏടത്തിക്കിത് വൃത്തിയില്ലാത്ത സ്ഥലമായിരിക്കും. അത് ഏടത്തിയുടെ മനസ്സിന്റെ പ്രശ്നം. ആ അമൃതേ, നമ്മൾ കൊണ്ടുവന്ന ഷീറ്റില്ലേ അതെടുത്ത് ഇവിടെ വിരിക്കേ. കണ്ടില്ലേ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. ഇതൊക്കെ മാറ്റിയിട്ട് നല്ല നീറ്റായിട്ട് വിരിക്കണം. അമ്മ ഇത് എന്തൊക്കെയാ ചെയ്യുന്നേ? നീ മിണ്ടാതിരിക്കാക്കി. ഇനിയെങ്കിലും കുറച്ച് വൃത്തിയായിട്ട് കിടക്ക്. അല്ലാതെ ഞാൻ വിളിച്ചാ നീ വരില്ലല്ലോ. എനിക്കിവിടെ സ്നേഹവും സമാധാനവും ശരിക്കുണ്ട്. അത് മതി. എല്ലാവരും വരണം, കാപ്പി കുടിക്കാം. ആ വന്നാട്ടെ, നമുക്ക് കഴിച്ചിട്ട് സംസാരിക്കാം. ഞാൻ എന്റെ മോനെ കാണാനാ വന്നേ, അല്ലാതെ ആരുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും അല്ല. അമ്മേ അവര് സന്തോഷത്തോടെ വിളിക്കുന്നതല്ലേ. വാ അമ്മേ. ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാനേ നിന്ന നിൽപ്പിൽ ഇവിടെ ബോധം കെട്ട് വീണാലും ഒരു തുള്ളി വെള്ളം, അതും ഈ വീട്ടിൽ നിന്ന് എന്റെ വായിലിറ്റിക്കരുത്. ജീവിതത്തിൽ ഒരിക്കലും ഈ വീട്ടിൽ കാലുകുത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഇതിപ്പോ എന്റെ ഗതികേട്. എന്റെ മോൻ ഇവിടെ ഒരുത്തിയുടെ പിടിയിലായിപ്പോയി. അമ്മേ മതി. ഇത്രയും സമയം ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ വിധം മാറും. ഞാൻ പറയും. എന്റെ മോനെ പാട്ടിലാക്കി വെച്ചിരിക്കുന്നവളെ കുറിച്ച് ഞാൻ ഇനിയും പറയും. നീ എന്നെ എന്താ ചെയ്യാ? അതൊന്ന് കാണട്ടെ. സർ വേണ്ട, എന്നെ ചൊല്ലി നിങ്ങൾ രണ്ടാളും കൂടി വഴക്കിടണ്ട. അമ്മേ ഞാൻ ആരെയും തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവില്ല. അഖി, ദേ ഇത് കുറച്ച് ഡ്രസ്സാ. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. ദാ പിടിക്ക്. ഇവിടെ ആവശ്യത്തിന് ഡ്രസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ പച്ചക്കറി കച്ചവടക്കാരനല്ലേ. അപ്പോ ഇത്രയും റിച്ച് ഡ്രസ് എനിക്ക് ചേരില്ല. പിന്നെ അമ്മ അത്ര സ്നേഹത്തോടെയാണ് ഇതെല്ലാം വാങ്ങിയതെങ്കിൽ ഡ്രസ് എനിക്ക് മാത്രമല്ല ശ്യാമയ്ക്കും കൂടി വാങ്ങുമായിരുന്നു. അയ്യോ സർ, അമ്മ വിഷമിപ്പിക്കണ്ട. അത് വാങ്ങൂന്നേ. ഞാനല്ലേ പറയുന്നേ. അത്രയ്ക്ക് സ്നേഹമില്ലെങ്കിൽ അമ്മ ഇത് കൊണ്ടുവരില്ലല്ലോ. സർ അത് വാങ്ങിച്ചോ. സർ പ്ലീസ്, ഞാനല്ലേ പറയുന്നേ, ഒന്ന് വാങ്ങിക്കോ. നീ
നേരത്തെ ചോദിച്ചില്ലേ എന്താ ശ്യാമയ്ക്ക് കൂടി ഡ്രസ്സ് വാങ്ങാത്തതെന്ന്? ആ അശ്വതിയുമായി കൂട്ടിച്ചേർന്ന് നമ്മുടെ കുടുംബം തകർക്കാൻ നിൽക്കുന്ന ഇവൾക്ക് ഞാൻ എന്ത് സമ്മാനമാ കൊടുക്കേണ്ടത്? നീ പറയ. അമ്മേ, എല്ലാം അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാ. ശ്യാമയ്ക്ക് അശ്വതി ചേച്ചിയുമായി അങ്ങനെ ഒരു അടുപ്പമില്ല, ഉറപ്പാ. ഞാനാ പറയുന്നേ, ഇത് സത്യമാണ്. അമ്മ വിശ്വസിക്കണം. ഞാൻ പോവാ. ശ്യാമ, അശ്വതേച്ചി, ശ്യാമ എനിക്ക് നീ എന്താ പറഞ്ഞേ? ഇവര് രണ്ടാളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് അല്ലേ? ഇനി നീ പറയും, ഇവളും ശ്യാമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലേ? ഇത്രയും കാലം എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പായി, ശ്യാമയും ഇവളും കൂടിയോ എന്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നേ. ഇനി ക്ഷമിക്കില്ല. ഇവളോട്, ഈ ശ്യാമയോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഞാൻ പറഞ്ഞതാ ശരിയെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? ഇനി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ പോവാം, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം മോനെ. നീ വരില്ല അല്ലേ? അമ്മ വിളിച്ചാ നീ വരില്ല അല്ലേ? ഞാൻ പോവാ. പക്ഷെ ഒന്ന് നീ ഓർത്തോ, എന്നെയും നമ്മുടെ കുടുംബത്തെയും ചതിച്ച ഇവള് ഒടുവിൽ നിന്നെയും ചതിച്ചിരിക്കും.